നമ്മൾ സാധാരണ ഈ സാംസ്കാരിക നായകന്മാർ സാഹിത്യകാരന്മാർ എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക നല്ല വിവരവും വിവേകവും ഒക്കെയുള്ള വിഷയങ്ങൾ നന്നായി പഠിച്ച് ശരിയായി മനസ്സിലാക്കി അഭിപ്രായം പറയുന്ന ആളുകൾ, അതുപോലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്നൊക്കെയാണല്ലോ. ഒക്കെ വെറുതെയാണ്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. സാംസ്കാരിക രംഗത്തും സാഹിത്യ മേഖലയിലും നല്ല ആളുകൾ ഒരുപാടുണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ വേറെ ചില ആളുകളുണ്ട്. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളോ നാടിന്റെ വളർച്ചയോ ഒന്നും ഒരു പ്രശ്നമല്ല. റേഷൻ കടയിൽ അരിയില്ലാത്തതോ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളോ ആശുപത്രികളിൽ ഡോക്ടർ ഇല്ലാത്തതോ മരുന്നില്ലാത്തതോ ഒന്നും ഇവരുടെ വിഷയമേ അല്ല. ഇവരെ സംബന്ധിച്ച് സാംസ്കാരിക മേഖലയിൽ എന്തെങ്കിലും സ്ഥാനം, ഓഫീസ്, കാറ്, പണം, പ്രശസ്തി, പത്രങ്ങളിൽ പടം വരിക, ചാനലുകളിൽ സ്വന്തം മുഖം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക എന്നിങ്ങനെയുള്ള സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. അതിനുവേണ്ടി ഇവരെന്തും ചെയ്യും, എന്തും പറയും. ചെയ്യുന്നതിനും പറയുന്നതിനും ഒന്നും ഒരടിസ്ഥാനം ഉണ്ടാവണമെന്നില്ല. വായിൽ തോന്നുന്നത് വമ്പൻ സിദ്ധാന്തങ്ങളാക്കി അവതരിപ്പിക്കുന്നതിൽ ഇവർ അഗ്രഗണ്യരാണ്. ഈ പറഞ്ഞവരിൽ പെട്ടതാണ് നമ്മുടെ സച്ചി മാഷും സാറ ടീച്ചറും കാരശ്ശേരി മാഷും ഒക്കെ. ഇവരൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്ന് ആലോചിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുള്ളവർ ഇജ്ജാതി വർത്താനം പറയുമോ? LDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഇവർക്ക് പറയാനില്ല. കഴിഞ്ഞ 10 വർഷം എന്തെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതിയെങ്കിലും ആരോപിക്കാൻ ഇവർക്കായിട്ടുമില്ല. ഇനി സാംസ്കാരിക നായകന്മാർ പറയുന്നത് എടുത്താൽ തന്നെ ഏത് UDF കാലം വരണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് 600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കിയ 2011-16 ഉമ്മൻചാണ്ടി കാലമോ, അതോ വർഗീയ കലാപങ്ങൾ കൊണ്ട് കേരളം നിന്ന് കത്തിയ 2001-2006 AK ആന്റണി ഭരണമോ, അതോ ഇനി 1991-96 ആദ്യം കരുണാകരനും പിന്നെ അങ്ങേരെ കാലുവാരി നിലത്തടിച്ച് ആന്റണിയെ കയറ്റിയ കാലമോ, അതല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസ് ഭരണമോ? ഏത് UDF കാലമാണ് ഇവർക്ക് പകരം വെക്കാനുള്ളത്? പിന്നെ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവുന്നത്, അതും LDF ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുന്നത് മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. കേന്ദ്രത്തിൽ BJP ഭരണം തുടരുന്നതോ 10-60 കൊല്ലം കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചതോ ഒന്നും ഇവർക്കൊരു വിഷയമേ അല്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം സ്വന്തം ജീവിതത്തിൽ വരുത്തിയ പോസിറ്റീവായ മാറ്റങ്ങൾ അവരുടെ അനുഭവമാണ്. ഈ സാംസ്കാരിക നായകന്മാർ പറയുന്നതല്ല സത്യമെന്നും LDF ഇല്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകുമെന്നും അവർക്ക് നന്നായി അറിയാം.